മോർണിംഗ് നമ്മൾ എഴുന്നേറ്റ് തന്നെ നല്ല മഴയായിട്ടാണ്. ഇപ്പോൾ ഫുൾ എല്ലായിടത്തും നല്ല മഴയാണല്ലോ, നല്ല ക്ലൈമറ്റൊക്കെയാണ് കേട്ടോ, നല്ല തണുപ്പൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കിനി വർക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് നെയിം സ്ലീപ്പിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് പാക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു ബാംഗ്ലൂർക്ക് ഒരു കൊറിയർ ചെയ്യാനുണ്ട്. മെൻസിനുള്ള ഒരു വാലറ്റും ആൻഡ് ഒരു ഗ്ലാസ് കവറും ആയിരുന്നു. കസ്റ്റമൈസ് ചെയ്തിട്ട് നെയിമൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാലറ്റും ഗ്ലാസ് കവറും ആയിരുന്നു. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഏത് കളറിൽ വേണമെങ്കിലും, അതേപോലെ ചാമൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഗ്ലാസ് കവറ്, മെൻസ് വാലറ്റ്, അതേപോലെ പാസ്പോർട്ട് കവറ്, പെന്ന്, ബോട്ടിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റമൈസ് ആയിട്ട് ചെയ്യുന്നതാണ്. ഒരു അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഞാനിത് ഓരോന്നും ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. വാലറ്റ് ആയിക്കോട്ടെ, ഗ്ലാസ് കവർ ആയിക്കോട്ടെ, അതെല്ലാം. അങ്ങനെ പിന്നെ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കലായിരുന്നു അടുത്ത പരിപാടി. അപ്പോൾ നമുക്കിത് ഇന്ന് തന്നെ കൊറിയർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മളത് രണ്ടും കൂടെ പാക്ക് ചെയ്യാനിരുന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. നമ്മളിടുന്നതിന് മുന്നേയും കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ നമ്മളിത് നല്ല സേഫായിട്ട് തന്നെ ഫുള്ളി റാപ്പ് ചെയ്ത് പാക്ക് ചെയ്ത് നമ്മൾ കൊറിയർ അയക്കുന്നുണ്ടായിരുന്നു. ബാംഗ്ലൂർക്കാണ്. അങ്ങനെ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു ഫ്രെയിമിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. ഇതെൻ്റെ ഒരു കസിന് തന്നെ വേണ്ടിയിട്ടാണ്, ആളുടെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യാൻ എന്തോ ആണ്. അപ്പോൾ അവൾ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രെയിമൊക്കെ സെറ്റാക്കി റെഡിയാക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് ഉച്ചത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താത്തയും അളിയനൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടി ആയിട്ടാണ് അന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി മന്തിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ ഇരുന്നിട്ടാണ് എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ അന്ന് ഇക്കാൻ്റെ ഒരു ഫ്രണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോകാനുള്ള ബിസ്ക്കറ്റൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ് നമുക്കിങ്ങനെ ജസ്റ്റ് കൊതിയായപ്പോൾ നമ്മളൊരു കുഞ്ഞ് പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വന്ന് നമ്മളതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ച് അന്നത്തെ ഡേ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.